യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഇവിടെ ഇബാദല്ലാ അയ്നൂനി അല്ലെങ്കിൽ ഇബാദല്ലാ അഗൈസൂനി ഇഹ്ബിസു എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ അതിൽ ഹസനായതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. 100% തള്ളിക്കളയാൻ പറ്റിയതോ അല്ലെങ്കിൽ വ്യക്തമായ സ്ഥിരപ്പെട്ട ഏതെങ്കിലും അഖീദയുടെ നിയമങ്ങൾക്ക് എതിരായതോ ആയ ഒരു പ്രവർത്തനമോ നടപടിയോ വാക്കോ അല്ല അത് എന്നുള്ള കാര്യത്തിൽ സലഫി ഉലമാക്കൾക്ക് യോജിപ്പുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് പുഴിത്തറ അബൂബക്കർ സാഹിബ് മനസ്സിലാക്കാത്തത്? ഇനി ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ യാ ഇബാദല്ലാ ദുല്ലൂന അല ത്വരീഖ് എന്ന് വിളിച്ച സംഭവം അത് സ്വഹീഹാണ് ആ സംഭവം എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് വരെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ, അത് മനുഷ്യരോടല്ല പറഞ്ഞത്, മറ്റ് അടിമകളോട്, അതായത് മലക്കുകളോ ജിന്നുകളോ, അവരോട് പറഞ്ഞ കാര്യം ശുഅബുൽ ഈമാനിൽ അത് ഉദ്ധരിച്ചു. പിന്നെ ആരാണ്? ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു റിപ്പോർട്ടുണ്ട്. എന്ത്? ഇന്ന ലില്ലാഹി തആല മലായികത്തൻ ഫിൽ അർളി സിവൽ ഹഫള. ഹഫളത്തിന്റെ മലക്കുകളല്ലാതെ അള്ളാഹുവിന് ചില മലക്കുകൾ ഈ ഭൂമിയിലുണ്ട്. യക്തുബൂനമായ യസ്ഖുതു മിൻ വറഖി ഷജർ, മരത്തിന്റെ ഇലകൾ പൊഴിയുന്നത് അവർ എഴുതി വെക്കാറുണ്ട്. ഫൈദാ അസാബത്ത് അഹദുക്കും ഉർജത്തൻ ബി അർളി ഫലാത്തിൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മരുഭൂ പ്രദേശത്ത് വെച്ച് വല്ല വിപത്തും അല്ലെങ്കിൽ വിഷമങ്ങളും സംഭവിക്കുകയാണെങ്കിൽ ഫൽ യുനാദി, അവൻ വിളിക്കട്ടെ, യാ ഇബാദല്ലാ അയ്നൂനി, എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കുകയും. മനസ്സിലായില്ലേ? ഇതുപോലെ മൗഖൂഫായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, മർഫൂ അല്ലാത്ത ഇബ്നു അബ്ബാസിലേക്ക് എത്തുന്ന ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിൽ ചിലത് ഹസനായ റിപ്പോർട്ടുകളാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുപോലെ മൗഖൂഫായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, മർഫൂ അല്ലാത്ത ഇബ്നു അബ്ബാസിലേക്ക് എത്തുന്ന ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിൽ ചിലത് ഹസനായ റിപ്പോർട്ടുകളാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതുപോലത്തെ വാക്കുകൾ ഷെയ്ഖ് അൽബാനി ഇത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സിൽസിലത്തുൽ അഹാദീസ് ളായിഫയിൽ 2112 ഈ റിപ്പോർട്ട് ഹസനാണ് എന്ന് കാണാൻ കഴിയും. ഷെയ്ഖ് പറയാണ്, അൽബാനിനെ പറയാണ് അതിന്റെ തൊട്ടുമുമ്പത്തെ പേജിൽ, വയബ്ദു അന്ന ഹദീസ ഇബ്നി അബ്ബാസിൻ, തീർച്ചയായിട്ടും ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലദി ഹസനഹുൽ ഹാഫിദ് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹസനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ ഇമാം അഹമ്മദ് ആയിരുന്നു യുഖവിഹി, ഈ റിപ്പോർട്ട് ഹസനാണ് എന്നതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ലിയന്നഹു ഖദ് അമില ബിഹി, അത് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രവർത്തിച്ചു. ഈ റിപ്പോർട്ട് അനുസരിച്ച് അമല് ചെയ്യുക വഴി ഈ റിപ്പോർട്ടിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നും ഷെയ്ഖ് അൽബാനി നേരത്തെ ഞാൻ പറഞ്ഞ അതേ സിൽസിലയിൽ അതിന്റെ 2112 വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല 111 വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തത്? അത് അൽ മസായിലിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള എന്ന റിപ്പോർട്ടാണ്. സമയത്തു അബി യഖൂൽ, എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടു, ഹജ്ജത്തു ഹംസ ഹജ്ജ്, ഞാൻ 5 ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. മിനാ സിൻതൈൻ റാക്കിബൻ വസലാസത മാഷിയൻ ഔ സിൻതൈൻ മാഷിയൻ വസലാസത റാക്കിബൻ, 2 വട്ടം ഞാൻ വാഹനത്തിൽ 3 വട്ടം നടന്നിട്ടും, അല്ലെങ്കിൽ 2 വട്ടം നടന്നിട്ടും 3 വട്ടം വീടും ആയിക്കൊണ്ട്, അതായത് നടന്നിട്ട് വാഹനത്തിലും ആയിക്കൊണ്ട് യാത്ര ചെയ്തു. ഫജഅൽതു അഖൂലു, അപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയത്, യാ ഇബാദല്ലാ ദുല്ലൂന അല തരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരും. ഫലം മസൽ അഖൂലു ദാലിക്, ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ വഖഅതു അല തരീഖ്, ഞാൻ വഴിയിലേക്ക് എത്തുന്നത് വരെ, വഴി തെറ്റാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വരെ ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഔ കമാ ഖാല അബി, അല്ലെങ്കിൽ എന്റെ വാപ്പ എന്താണോ പറഞ്ഞത് അതേപോലത്തെ ഈ ആശയത്തിലൊരു വാക്ക് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്തു. ഇത് സ്വഹീഹായ സനദോടുകൂടി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു മുഫ്ലിഹ് അദ്ദേഹത്തിന്റെ ആദാബ് ശറഈലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്കാർ മുസാഫിർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൊടുക്കുന്ന തലക്കെട്ട് ബാബുമായ യഖൂലു ഇദൻ ഫലത്തത്ത് ദാബത്തുഹു, ഞാൻ അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മൃഗം അത് വഴിതെറ്റിപ്പോയാൽ പറയേണ്ട വാക്ക്. അപ്പോൾ കേവലം ഒരു അർത്ഥമില്ലാത്ത ദിക്റായിട്ട് ദയവ് ചെയ്ത് അബൂബക്കർ സാഹിബ് മനസ്സിലാക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയാം, റുവീന ഫി കിതാബി ഇബ്നി സുന്നി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഇബ്നു മസ്ഊദിൽ നിന്ന് ഇബ്നു സുന്നി ഉദ്ധരിച്ചത്, റസൂലുള്ളാഹി പറഞ്ഞു, ഇദൻ ഫലത്തത്ത് ദാബത്തു അഹദിക്കും ബി അർളി ഫലാത്തിൻ, ഒരു മരുഭൂ പ്രദേശത്ത് നിങ്ങളിൽ ഒരാളുടെ വാഹനം വഴുതിപ്പോയാൽ ഫൽ യുനാദി, അവൻ വിളിച്ചു പറയട്ടെ. കണ്ടോ, വിളിച്ചു പറയട്ടെ, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ആ മൃഗത്തെ പിടിച്ചു വെക്കുകയും, യാ ഇബാദല്ലാഹി ഇഹ്ബിസു എന്ന് പറയട്ടെ. ഇനി ശ്രദ്ധിക്കണം, ഫ ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഹാളിറൻ, അള്ളാഹുവിന് ഹാളിറായ ചിലരുണ്ട്, സയഹ്ബിസുഹു, അത് ഇതിനെ പിടിച്ചു വെക്കും. അപ്പൊ ഹാളിറായ അടിമകൾ, ഇത് മനുഷ്യരെ കുറിച്ചല്ല, ഈ ഹാളിറായ ചിലരുണ്ട്, അത് ആ മൃഗത്തെ പിടിച്ചു വെക്കും എന്നുള്ള വിശ്വാസം ശിർക്കാണ് എന്ന് ജിന്നിനെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഇബാദല്ലാ എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്ന ഒരബദ്ധം, ഒരു ഭീമാബദ്ധം അബൂബക്കർ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉലമാക്കളൊക്കെ പറഞ്ഞ് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇമാം നബവി അത് വിശദീകരിച്ച് നോക്കും. ഒന്നുകൂടി അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്.